രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മുന്നോട്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി ക്ഷണിച്ചു. MG പ്രതീഷ് ചേരും വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന ആശയം അല്ലെങ്കിൽ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട ക്ഷണവും ഒക്കെ തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ വിവാദങ്ങൾ വിട്ടുമാറിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ BJPയും കോൺഗ്രസും ഒരുപോലെ ഈ ഭരണകക്ഷി LDFനെയും ദേവസ്വം ബോർഡിനെയും ഒക്കെ പ്രതിക്കൂട്ടിലാക്കിയത് മുൻപ് യുവതീ പ്രവേശന വിഷയത്തിൽ എടുത്ത നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. അതിൽ ഇപ്പോൾ നിലപാട് മാറ്റമുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനും ക്ഷണം വരുന്നു. UDFന്റെ തീരുമാനം വൈകിട്ടുണ്ടാകുമല്ലോ അല്ലേ? ഗോകുൽ, യുവതീ പ്രവേശനത്തെ പിന്തുണച്ചവർ തന്നെ അയ്യപ്പ സംഗമം നടത്തുന്നു എന്നതാണ് രാഷ്ട്രീയ വിയോജിപ്പുകൾക്ക് പിന്നിൽ. പക്ഷേ അപ്പോഴും ഹൈന്ദവ സംഘടനകളുടെ പിന്തുണ വന്നതോട് കൂടിയാണ് ഈ ദേവസ്വം ബോർഡിനും സർക്കാരിനും ആശ്വാസമായത്. പ്രതിപക്ഷ നേതാവ് നേരത്തെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വിയോജിപ്പ് അറിയിക്കുകയും വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഉൾപ്പെടെ ക്ഷണിച്ചുകൊണ്ട് പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്നതായിരുന്നു ദേവസ്വം ബോർഡിന്റെ നിലപാട്. ഇന്ന് അല്പസമയം മുമ്പാണ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ എത്തിയത്. പക്ഷേ ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് അവിടെ ഉണ്ടായിരുന്നില്ല. ഔദ്യോഗികമായി ക്ഷണക്കത്ത് നൽകുകയും പ്രതിപക്ഷ നേതാവിനോട് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു എന്നതാണ് ദേവസ്വം ബോർഡ് നൽകുന്ന വിശദീകരണം. ഇനി സാമുദായിക സംഘടനകളെ ക്ഷണിക്കും, ഒപ്പം തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികൾക്കും ഈ പരിപാടിയിലേക്ക് ക്ഷണമുണ്ടായിരിക്കും. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വലിയ എതിർപ്പുകൾ കോൺഗ്രസിൽ നിന്നും UDFിൽ നിന്നും ഉയർന്നെങ്കിലും ചില രണ്ട് അഭിപ്രായങ്ങളാണ് നിലവിൽ മുന്നണിയിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഒരു നിലപാട് പറയാൻ ഇന്ന് വൈകുന്നേരം UDF യോഗം ചേരുന്നുണ്ട്. ഓൺലൈനായി ചേരുന്ന ആ യോഗത്തിലായിരിക്കും അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് എന്നത് അന്തിമ തീരുമാനമെടുക്കുന്നത്. നേരത്തെ കടുത്ത വിയോജിപ്പ് അറിയിച്ച BJPയുടെ നിലപാടിലും ചില അയവ് വരുത്തിയിട്ടുണ്ട്. കാരണം പ്രബല സമുദായ സംഘടനയായ SNDPയും NSSും അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചതോടുകൂടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സർക്കാർ ദേവസ്വം ബോർഡും വളരെ കാര്യക്ഷമമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് അല്പസമയത്തിനകം തന്നെ ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേരുന്നുണ്ട്. മറ്റ് തുടർ നടപടികൾ, ഒപ്പം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് ആവശ്യമായ ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ഒരുക്കങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാനാണ് ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേരുന്നത്. മറ്റ് ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളെയും അതിഥികളെയും ക്ഷണിക്കാനുള്ള നടപടികളും ദേവസ്വം ബോർഡ് ആരംഭിച്ചിട്ടുണ്ട്. ശരി, ആഗോള അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും. അതിനിടെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട് എന്ത് എന്ന ചോദ്യത്തിൽ അതിൽ നിലപാട് മാറ്റമുണ്ടോ എന്ന ചോദ്യങ്ങളോട് തന്ത്രപരമായി ഒഴിഞ്ഞു മാറുകയാണ് CPM നേതാക്കൾ. അതിൽ നിലപാട് മയപ്പെടുത്തുന്ന സൂചനയും ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന്, ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിലുമൊക്കെ കണ്ടതാണ്. ഇനി UDF ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് വൈകുന്നേരത്തെ UDF യോഗത്തിന് ശേഷമായിരിക്കും അറിയുക.